നമസ്തേ. ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം ചതുർത്ഥ സ്കന്ധത്തിലെ ധ്രുവചരിതം എന്ന ഭാഗമാണ്. ഓം ശ്രീ വിഘ്നേശ്വരായ നമ. ഓം സം സരസ്വത്യേ നമ. സാമ്യമില്ലാത്ത മനുസുതന്മാരുടെ കാമ്യചരിത്രങ്ങൾ ഇങ്ങനെ കേവലം ചൊല്ലിപ്പുനരധർമാപത്യ വിസ്തൃതി ചൊല്ലിക്കഴിഞ്ഞേൻ. മനുസുതന്മാരുടെ ചൊല്ലിട വൃത്താന്തമൊട്ടിയൊരുക്ക് ഞാൻ ചൊല്ലുന്നതുണ്ട്, അത് കേട്ടുകൊള്ളുകെങ്കിലോ. സ്വായംഭുവന്നു തനയരിരുവരുണ്ടായതിൽ മുമ്പൻ പ്രിയപ്രതന്റെ വൃത്താന്തമൊട്ടൊട്ട് പഞ്ചമസ്കന്ധത്തിരുക്തമായിടും ഇളയവൻ തന്നുടെ പുത്രസന്താനം ഇവിടെ പറയുന്നിത്. ഉത്താനപാദ പ്രസിദ്ധനാം അവൻ തന്നുടെ ഭക്തി സുനീതി മുന്നേവൽ പോൽ പിന്നേവൾ സുന്ദരിയായ സുരുചിയും നന്നീമണികൾ ഇരുവരും പെറ്റോരോ നന്ദനന്മാരുണ്ടായിച്ച മഞ്ഞിടിനാൻ. പുത്രൻ സുരുചിജനുത്തമനായത് അത്യുത്തമനാം ധ്രുവൻ. സുനീതിസുതൻ പ്രതീപതിക്കു സുരുചിയും പുത്രനും എത്രയും വിട്ടരായുള്ള നിരന്തരന്തര സുതന്മാർ ചെറുതായി കളിക്കുന്ന നാൾ ഉത്താനപാതനാം ഉത്തമ ഭൂവരൻ രക്തസിംഹാസനെ രാജസഭാന്തരെ ഭക്തി സുരുചിയുമായിരിക്കും ഇത് വന്നു. നൃപൻ മടി തന്നിലേറിയിടിനാൻ അന്യോന്യ കൗതുകമോടും സുരുചിജൻ തന്നുള്ള അഴിഞ്ഞു കുഴഞ്ഞു നിർവതിയും നന്ദനെ പരിലാളിച്ചിരിക്കുമ്പോൾ ജമ്മെ കളിച്ചു നടക്കും സുനീതിജൻ. നിർമ്മലനാം ധ്രുവനും പോന്നു വന്നുടൻ മന്നവൻ തന്മടി തന്നിലേറിയിടുവാൻ തന്നുള്ളിലോടെഴും ആശയസന്നിധോ നിന്നുലരുന്നവൻ തന്നെ നൃപവരൻ. അന്നേരമാതിരിയായി അലങ്ങവൻ മന്ദാറ്റം ഉൾക്കൊണ്ട് ലഭ്യം കലർന്നു. ഭൂമണ്ഡലം കാന്തകം കൊണ്ട് മൂന്നിത്തുലങ്കിനായി നിന്നു തിരുമിത്തിരുമിയ കണ്ണീർ പിടിച്ചു കരഞ്ഞു തുടങ്ങിനാൻ. ചൊന്നാൽ അതു കണ്ടിരുന്ന സുരുചിയും ഉണ്ണി കരയുന്നതെന്തിനു നീവ്രത, നിന്നുള്ളിൽ എന്താ അഭിപ്രായം? ഇന്നിങ്ങനെ നിന്നുഴന്നാലത് വന്നുകൂടിയിടുമോ? നിന്നുടെ മാതാവിനോടങ്ങ് ചെന്നു നീ ചൊന്നാൽ അവൾ സാധ്യമാക്കുന്നിടം. മന്നവൻ എൻ മകൻ തൻ പിതാവായി അങ്ങ് അന്യായമായി നിന്നതിനെന്തു കാരണം? നിന്നെ തൊടുകയില്ലല്ലോ നരവരൻ, നിന്നിനിക്കാലം പഴുതേ കഴിക്കല. വന്നു ഭൂപാലകൻ തന്നെ തൊടാക ചെന്ന് അങ്ങകലത്തു പോയി നിന്നു കരകനി മന്നവോത്സംഗമേറിയിടുവാൻ എൻ മകനെന്നെ മറ്റൊരു യോഗ്യരില്ലാരുമേ എന്നുള്ളിൽ അതിനാഗ്രഹമെങ്കിലും. ചെന്നു നാരായണൻ തന്നെ ഭജിക്കുന്ന ഈ സാക്ഷാ ജഗന്മേനാകിയ നാരായണ സാക്ഷിഭൂതൻ പദപങ്കജം മാനസേ ചേർത്ത് നിരന്തരം ധ്യാനിച്ചിരിക്കാം. സർവാത്മാ ജഗൽ ഗുരുതാൻ പ്രസാദിപ്പോളം തൽപ്രസാദത്താൽ അനുഗ്രഹിച്ചിടുകിൽ അപ്പോൾ ഉടനിങ്ങ് പോന്നു വന്നെന്നോട് ഗർഭാശയത്തിങ്ങൾ നിന്നിക ഭൂമിയിൽ ഉത്ഭവിക്കണമെന്നാലിതമായി വരും. പോക പുനരല്ലാതെ നിർവാസനം വാഴികൽ ആശയുണ്ടാകിൽ ഇതുവരെ കേഴാതെ രാജസഭയിൽ നിന്നൂഴികൾ വീഴാതെ തൊട്ടുപോകാതെ നൃപനെയും ദൂരെ നില്ലെന്നവൾ ആശ ചൊല്ലുന്ന ഒരു ക്രൂര വജസ്സുകൾ കേട്ട് ഭൂപാലനും ഭാരം അകന്നൊന്ത് സാരസ്യവാണിയാൽ ചേരും. അനുരാഗവും ഒരു രോഷവും കൂടിക്കലർന്നു. നിന്മാനസദാരന്റെ കാഠിന്യം എത്രയുമെന്ന് നോക്കിയിടിനാൻ. മാന്നേർമിഴിത്തയ്യാറാളതീതും ബഹുമാനിയാതെ വരിവീടിനാൻ. കൂടവേ ബാലൻ ധ്രുവനും പിതാവിനും വിവശങ്ങളാലോകനേന സുരുചി പ്രഭാവമാ ശൂലമുനകളേറ്റാശു തിരിഞ്ഞു. തൽക്കാലേ പുനരതി ദീനഭാവത്തോടും കണ്ടു നീരോലക്കരഞ്ഞു കരഞ്ഞു പോയി ചെന്നു മാതാവ് തൻ മുന്നിൽ വീണിടിനാൻ. ഖിന്നനായി വീണ് കരഞ്ഞട തേടി നന്ദനെ കണ്ണു മാതാ സുനീതിയും ചെന്നുടനേറ്റം പരിഭ്രാന്ത യഥസാ നന്ദനൻ അമ്മതൻ ബാധയെ നമിച്ചപ്പോൾ മഞ്ഞിടത്തിങ്ങേന്ന് വാരിയെടുത്ത ഹോമാറിലണച്ചു മുടന്നു തച്ചേറും പൊടിയും നയന ശരീരവും പാരാതെ മന്ദം വന്നും തുടച്ചേറ്റവും ചാരുതരാംഗമാരും അപ്യാതാതരാൽ മുതിർന്നു മൂർധനീ മുകർന്നു ചോദിച്ചാൽ വരവശാൽ ആർത്തനായി എന്തേ നീ കരഞ്ഞിടുന്നു? സങ്കടമേന്തു നിനക്കങ്ങുളവായതു എന്നെങ്കൾ ഒന്നതെങ്കൾ നിന്നച്ഛനെ കാൺമതിനില്ലയോ? നീ മുതിർന്നിപ്പോൾ എന്തിനാ ആയിക്കൊണ്ടത് അത്യാമോദമോട് കണ്ടില്ലേ പിതാവിനെ? ചൊല്ലു ചൊല്ല് എന്നവൾ ചൊന്നത് കേട്ടവനല്ലൽ മുഴുത്തലും ഗൽഗതവാണിക ചൊല്ലിനാൾ. അങ്ങു ഞാൻ ചെന്നളവൻ പിതാവല്ലടിഞ്ഞ സിംഹാസനെ വാഴുന്നു. കല്യാണിയാകും അമ്മ സുരുചിയും തുല്യതരമിരിക്കുന്നു സഭാന്തരെ. മെല്ലെ മെല്ലെ കളിച്ച അപ്പോഴു തങ്ങുടൻ ചെല്ലത്തുടങ്ങിനാൻ ഉത്തമനും. പിതാതുല്യമോതാലവൻ തന്നെ എടുത്തു ചാഞ്ചല്യമഴിഞ്ഞു വഴിയിൽ വെച്ചാതരാൻ നല്ലവണ്ണം കളിപ്പിച്ച് ഇരിക്കുന്നതങ്ങ് ഉള്ളം തെളിഞ്ഞു ഞാൻ കണ്ടങ്ങി എന്നതും കണ്ടതിലേൻ പിതാവപ്പോഴും അന്തികേ കണ്ടിടഞ്ഞേറ്റമിടന്നു നിന്നേരകം കണ്ടിരുന്നു ഒരു സുരുചിയാം അമ്മയും ഇണ്ട മുഴുക്കും അമ്മാറന്നോട് ചൊല്ലിയിടിനാൽ. മണ്ടി വന്നെന്തിനു നീ നൃപാസന്നിധവും കുണ്ടത പൂണ്ടു നിന്നങ്ങുഴന്നീടുന്നു. പൈന്തേൻ മൊഴി തവ മാതാ സുനീതി തൻ അന്തികെ പോക നിന്നെന്തിനു വൈകുന്നു? രാജാവിന് എൻ മകനുണ്ട് അരികത്ത് അതി തേജോനിധിയായും വിളിച്ചു കളഞ്ഞിനി. ഹരേ നിന്നെ എടുക്കുമെന്നോർക്കൊലാമാനസേ
നിന്നിലില്ലേതു നൃപനൊരു കൗതുകം, നിന്നെ തൊടുകയുമില്ല നരവരൻ, വന്നു നൃപനെ തൊടായിക നീയുമ്പലാൽ. നൃപനുള്ളിലുണ്ട് നൃപാസനം വാഴുവതിന് നിങ്ങ അഭിരുചി എന്ന് വരികിലോ ചെന്നു തപസ് ചെയ്ത് ഇന്ദിരാവല്ലഭൻ തന്നെ അനുകൂലതയാവന്നു സാദരം മൽപുത്രനായി വന്നിനി പിറന്നീളിൽ അപ്പോൾ ഇതിൻ്റെ അവകാശമുണ്ടായി വരും. മറ്റതല്ലാതെ കണ്ടാശി ഉണ്ടാകലോ മുറ്റം ഭഗവത്പദം ഭജിച്ചിടു നീ. തെറ്റെന്ന് പൊയ്ക്കൽക്ക ദൂരത്ത് എന്ന് വിരുറ്റു കരഞ്ഞുകൊൽക്ക എന്നിത്തരാദികളെ വെട്ടുന്നു. ചൊന്നത് കേട്ട അകതാരിടം ഞെട്ടിത്തിരഞ്ഞു കരഞ്ഞു പോനീടിനേൻ. ഗൽഗതവാണികളാൽ അതിക്കൂട്ട് വന്നുൾക്കാം വഴഞ്ഞു പറഞ്ഞത് കേട്ടോണം ദുഃഖം കറന്നു സുനീതി ചൊല്ലിയിടിനാൽ. ഉക്കും സുരുചി പറഞ്ഞതോർത്തിയടിനാൽ മറ്റവളിങ്ങനെ ചൊന്നത് ഭൂപതിക്കുറ്റകം ചേരുകയാരത്തിലെ നിർണയം. അല്ലായെങ്കിൽ ഇങ്ങനെ ചൊല്ലുന്ന ചൊല്ലുകൾ ചൊല്ലുക ചൊല്ലാകെ എന്ന് ചൊല്ലിയിടുമല്ലോ നൃപൻ. വല്ലായ്മയില്ല അവൾക്കേതുമേ മേദിനി വല്ലഭനെ എത്രേ പറഞ്ഞു തരിക നീ. ചൊല്ലിടും മാനവേന്ദ്രോത്തമന്നനോട് വല്ലഭയല്ലോ സുനീതി താനെന്നൊരു ചൊല്ല് കേട്ടിടുകിൽ നാണമായിക്കൊള്ളുമങ്ങ് അല്ലലും ഏറ്റമുണ്ടാ നൃപൻ അന്വകം അത്ര നിർഭാഗ്യായുള്ളവൻ ഞാൻ മമ. പുത്രനായി വന്നു നീയും പറഞ്ഞു മറച്ചമഞ്ഞു വൃത ഭാഗ്യവതിയായങ്ങതു സുരീജിതാൻ. യോഗ്യയായി വന്നുകൂടും അവൾ ചൊന്നത് അറ്റാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക എന്ന ആക്ഷേപമാകിലും ചൊന്നത് അവളല്ലോ. നല്ല വചനങ്ങളെല്ലാവരും ചൊല്ലും, എല്ലാവർക്കും ആശ്രയമല്ലോ ജഗന്മയൻ. തൽപ്രസാദത്താൽ ഒഴിഞ്ഞു മറ്റേതും ഒന്നി പ്രപഞ്ചത്തിങ്കിലേതും വരാദൃഢം. വിശ്വേശനെ പരമാത്മനെ സർവ്വവിശ്വസിക്കണം ഉണ്ണി സദാകാലവും. പെറ്റവളും പുനരിങ്ങനെ ഒന്നാ ഉറ്റകതാരിലുറച്ചൊന്നാം ധ്രുവൻ. നന്നു നന്നമ്മേ തെളിവിനോട് എന്നെ അനുഗ്രഹിച്ചങ്ങയച്ചേടുകൾ വന്നുകൂടും നമുക്ക് ഈശ്വരാനുഗ്രഹം. അന്നുകം ആഗ്രഹാർത്ഥങ്ങളെല്ലാം ധ്രുവം. എന്നെയും നിന്നെയും അച്ഛനെയും പുനരന്യമാതാമ സുരുചിയെ തന്നെയും ഭ്രാതാവിനെയും ജഗത്സകലത്തെയും ചേതനാഭൂതനാമാദിനാരായണൻ രക്ഷിച്ചുകൊള്ളും. എന്നാലും വിഷയിച്ചു ലക്ഷ്മിപതി മമ മുമ്പിലമ്മാരുടൻ പ്രത്യക്ഷനായി എഴുന്നള്ളി വേണ്ടും വരം ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിടുവാൻ. കാരുണ്യമുണ്ടായി വരുവോളം ആരൂഢമോചന ചെയ്തിരിപ്പൻ മുത വൈകാതെ അനുഗ്രഹം ചെയ്തയച്ചിടുവാൻ ആകാംക്ഷ കൊണ്ടുതാ ഞാൻ മടങ്ങിയിടിനേൻ എന്നു പറഞ്ഞു മാതാവിൻ പദത്തെ എന്ന് തന്നെ നമസ്കരിച്ചു ഞാൻ മല്ലവേ. താനത് കണ്ടു സുനീതിയും പുത്രനധീനം ഒഴിഞ്ഞെഴുന്നേൽപ്പിച്ചു സാദരം. ബാലനെ എൻ മകൻ തൻ മനസ്സംഗതിയാലെ കൊടുത്തു ഭരിച്ചുകൊള്ളുകെപ്പോഴും നാരായണ ജഗന്നാഥ ഭവാൻ എന്നു നേരെ പണന്നു നയിച്ചേടനാധീരനായുള്ള കുമാരന് മല്ലബജാര സരോജ നേത്രമതാംബോരുക മാനസതാരം ഉറപ്പിച്ചു ഭക്തനായി ആമോദമുടൻ നടന്നു തുടങ്ങി ഞാൻ കാണാ ഇതെല്ലാം പ്രഭാപേനവാണികൾ കൂട്ടി തൊഴുതു പോകുന്നവൻ നേരെ പെരുമതി പറ്റിയ പരിചൂട് നാരദമാമുനിയെ കണ്ട് തഞ്ചസ മുക്തജരചന്ദ്രതുല്യ തേജോമയ ശുദ്ധ സ്ഫടിക സാങ്കാശനായി അന്തരാം സത്വരമാഭർഭവിച്ചത് കണ്ടതി ഭക്തി നമസ്കരിച്ച നിർമ്മനന്ദനൻ വിദ്രുതം അതെണ്ണ നമസ്കാരം ചെയ്ത ഭക്തനെ നെറ്റി നന്നായിട്ടുള്ള ചിത്തം നിലനിൽക്കുന്നുവെന്നുള്ള ഭക്തിയും ഭാവം കണ്ടു മുനീശ്വരൻ മന്ദസ്മിതം ചെയ്തു മന്ദം നന്ദനോട് അരുൾ ചെയ്താൻ. ഇതെന്തടോ നിന്നുടെ സാഹസം, എന്തോ ഒരു ചിന്ത പൂണ്ടിന്ന് നീ ഇങ്ങനെ താൻ തന്നെ മെല്ലവേ പോകുന്നത്, എവിടേക്കു നിന്നുള്ളിൽ എന്താകുന്നതെന്ന് അഭിപ്രായം പറക നീ. ഏവ മുനീശ്വരൻ ചോദിച്ചത് കേട്ട് കേവലം രാജകുമാരൻ പൊടുപൊടെ ഒട്ടിക്കരഞ്ഞു കൊള്ളിയിടിനാൻ. ഉണ്ടായതൊട്ടഴിയാതെ സുരുചിയ മമ്മതൻ കർക്കശവാണികളായ ശല്യങ്ങളാൽ ഉൾക്കാമ്പ് പോൺപെട്ടെനിക്ക് നൊന്തിയിടുന്നു. തൽക്ലേശമെല്ലാം അടിച്ച് ശുഭം നൽകി ഉൾക്കനിവോടിങ്ങ് അനുഗ്രഹിക്കണമേ. ഭക്തനാം ബാലൻ ഈ വണ്ണം പറഞ്ഞ കക്ഷണമാകന്ത കെട്ട് വീണാതന യുക്തിയുക്തങ്ങളാം വാക്യങ്ങളാലുള്ള ഉൾക്കാമ്പിലുണ്ടോ തപശക്തി എന്നതും ചെമ്മയെ പരീക്ഷിച്ചു നോക്കിയ അമ്മാമിനി നിർമ്മല എന്നതറിഞ്ഞു കുമാരൻ സാമോദമേറ്റമടഞ്ഞത് മേൽക്കുമേൽ. അമ്മ ആമുനീന്ദ്രൻ പ്രസാദിച്ചു താതരം നാരായണ പ്രസാദം വന്നുകൂടുമാറ് ആരുടമോതാൽ ഉപദേശ സാരവും ചാരുകുമാരൻ എനിക്ക് ഉപദേശിച്ചു ഭാരത സേവാ പ്രഭാവ ഭേദങ്ങളും നന്നായി അരുൾ ചെയ്തു. നാരായണൻ തവ മുന്നിൽ തെളിവോഴിടുന്നുള്ളി നിന്നുടൻ തന്നിടമെല്ലാം അഭീഷ്ടമെന്നുള്ളതും ഖിന്നത തീർത്തരുൾ ചെയ്തിരുന്നുള്ളി ഞാൻ ചെന്നു സുനീതിയായി നരേന്ദ്രോത്തമൻ തന്നെയും കണ്ടു പറഞ്ഞാൻ അവസ്ഥകൾ ദുഃഖിക്ക വേണ്ട. തനെയും ധ്രുവനതി മുഖ്യനും കരിപ്രിയനായി വരും നിർണയം. നിങ്ങൾ നാരായണങ്ങൾ സകലവും അങ്ങ് സമർപ്പിച്ചിരുന്നു എപ്പോഴും നന്നായി വരും. മേലില്ല ഒരു സംശയം ഒന്നിനുമെന്ന് വികല്പം ഉണ്ടായി വരാ ഇത്തരം എന്നിത്തരങ്ങൾ ഉറപ്പിച്ചവരെയും പിന്നെ യഥാകാമം എഴുന്നള്ളി ഞാൻ വന്ദിച്ചു. നാരദൻ തന്നെ ഉപദേശവും നന്നായി ഉറപ്പിച്ച് രാജകുമാരനും ചെന്നു മധുവനം ബുക്ക് ശുഭസ്ഥലം അന്വേഷണം ചെയ്ത് കണ്ട് തപസ്സിനായി നന്നായി നിരൂപിച്ചു ഉപവസിച്ചദ്ദേഹം അന്യദിനം വിഷകാലെ മുതിർന്നവൻ ശുദ്ധതീർത്തെ കുളിച്ച് അർക്കോദയം കണ്ട് ചിത്തശുദ്ധിയ ഗുരുവന്ദനം ചെയ്തതാ. അത്യാവിധൻ ഇഷ്ടദേവതമാരെയും ഒക്കെ തൊഴുതോ തപസ്സിനാരംഭിച്ചാൻ മുന്നേ ദിനം പലകാരങ്ങളും ചെയ്തു. തന്നാൽ കൃതമാകും ആസന നിർത്തനായി പ്രാണായാമം ചെയ്തു നാരായണമയം കാണായതൊക്കെയും എന്നുറച്ചന്നുകം താനും ഭഗവാനും ഈരേട് ലോകവും മാനസമായും ഒന്നായി നിരന്തരം കണ്ടു. തഥാപി തഥാപ്യേന കുണ്ടത എന്നി നിത്യം അഗ്രനിശം യോഗ്യമായുള്ള തപോമയ വേഷവും ഭാഗ്യവും ആൺപരിചോട് ധരിച്ചനും കൊപ്പിട്ടിടുന്നുറപ്പിച്ചിളകിയിടാതെ താല്പര്യമുള്ള ആത്മസുഖം ഒഴിഞ്ഞെന്നിയെ 3 നാൾ കഴിഞ്ഞാൽ ഒരു നാൾ മുതാ തമ്മി ചെമ്മേ ഫലങ്ങൾ പുരിക്കും കഥാചന. അമ്മ ആസം ഇങ്ങനെ തന്നെ കഴിച്ചത് നിർമ്മലം
നിർമ്മായ ചിന്മയ ആനന്ദ കൽമഷം തീർത്തു തെളിഞ്ഞുണർന്നിടിനാൻ. രമ്യാശിവന് രണ്ടാമതാകിയ മാസം മുതൽ തൊട്ട് കേവലം 6 വാസരം ചെന്നാൽ ഒരിക്കലും ഒരു ദിനം താർന്ന വർണ്ണങ്ങൾ പുരിക്കുന്നതാപിതാൻ. 3ാമത് 9 നാൾ കഴിഞ്ഞാലുടൻ പാനീയ മാത്രം അശനവും ചെയ്തുകൊണ്ട് ആനന്ദമീന മനസ്കനായുള്ളവൻ കേവലം മേന്മേലധികം കഠോരമായി ഏവം കഴിച്ചാനവൻ 3 മാസവും 4ാമതാം മാസം ആദിയായങ്ങതി ബാലൻ ഈ 6 നാൾ ചെന്നാൽ ഒരു ദിനം മാരുതാകാരമായി കൊണ്ടങ്ങൊരിക്കലഹോ ഘോര തപോബല നിഷ്ഠയോടന്നുകം പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ക്രമവശാൽ പഞ്ചമീ മാസി പിന്നെ ദിവസം പ്രതി അഞ്ചരമിന്നി സർവലോകങ്ങളും അഞ്ചിതാത്മാ പരബ്രഹ്മവും മായും താനും ആചാര്യനും ഏകത അഭ്രവൽ കാണും വിധോ പരമാത്മനി കാരേണ ചേർത്തു തൻ പ്രാണങ്ങളെ പ്രണവാന്തരെ ചേർത്തടക്കി സ്ഥാണു വിലിരുന്നീടിനാനൊക്കെ അങ്ങനെ രാജകുമാരൻ തപോബലാലങ്ങു തത്പ്രാണങ്ങളെ പരമാത്മനി തിങ്ങും ആനന്ദരസം മൂണ്ടടക്കി അങ്ങ് എങ്ങെങ്ങും നിറഞ്ഞു പരബ്രഹ്മ സന്മയും ചിന്മയം താൻ ഉപാസിച്ചിരിക്കും ഇതോ സന്മയമായി ചമഞ്ഞുകൾ സർവവും പ്രാണികുലത്തിന് വീർപ്പ് കണ്ടങ്ങ് പ്രാണങ്ങളെ അടക്കിയിടുക കാരണം താനേ അടങ്ങി ചമഞ്ഞത് കൂടവേ ദീനരായാരത് കാരണം ഏവരും സങ്കടം ദേവഭൂതേവാദികളതു പങ്കജ സംഭവനോട് അറിയിച്ചപ്പോൾ ശങ്കരൻ ഉണർത്തിച്ചു നാൻമുഖൻ ശങ്കരാതിപ്രമുഖന്മാരും അനന്തരം ഭാരാഴിബുക്കകലേശ്വരനോട് പ്രാകാല വിശേഷമുണർത്തിച്ചതൊക്കവേ കേട്ടു ജഗന്മയനാകിയ നാരായണൻ വാട്ടമടിച്ച് അവരോട് അരുളി ചെയ്താൻ. ഉത്താനപാതജനാ ധ്രുവനെ എന്നെ ഉൾത്താരിൽ വെച്ച് തപസ് ചെയ്തിടുന്നു. നിത്യം അവൻ പ്രാണനെ പരമാത്മനെ തന്തലും ഞങ്ങൾ അടക്കിയിടുക കാരണം പ്രാണനിരോധം ഭവിച്ചത് ഉലകിതിൽ പ്രാണികൾക്കുന്നത് ഞാൻ ഒഴിച്ചിടുക നൂനം അൻപോട് അവനങ്ങു വേണ്ടും വരം ദാനവൻ ചെയ്ത് തപസ് ഒഴിച്ചാലുടൻ തീരും ജഗൽ സങ്കടങ്ങൾ. അപ്പോൾ അതിനാരും ഭ്രമിയായ ഞാനിന്ന് പോകുന്നു. നിങ്ങളെല്ലാവരും ചെന്നങ്ങു സാധനം തങ്ങൾക്കുള്ള വാണിയിടുവിൻ എന്നിതെല്ലാം അനുസൃത്യ നാരായണൻ നന്നാരുള്ള ചെയ്തഴിച്ചാൻ അവരെയും വന്ദിച്ചു തുതിച്ചു കൂപ്പിപ്പോയാൽ അവർ ഇന്ദിരാവല്ലവൻ താൻ അതക്ഷണയും പന്നകാരാദികളസ്ഥനായ എൻ്റെ സാചെന്ന് മധുവനം ബുക്കെറിഞ്ഞിടിനാൻ തന്നെക്കുറിച്ച് തപസ് ചെയ്തിടിനാൻ. മന്നവ നന്ദരം മുന്നിൽ നിൽക്കും ഇതോ തന്നുള്ളിലും ജഗത്തിങ്കലുമായി ഒന്നായി നിറഞ്ഞു മറഞ്ഞിരിക്കും വരൻ മുന്നിൽ വന്ന് ആവിർഭവിച്ചളവൊങ്ങു താൻ മുന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നിതങ്ങ് ധ്യാന സ്വരൂപമേറത്തിലഞ്ഞുണ സാനന്ദം ഒന്നായി വിളങ്ങി നിന്നു തുലോം പ്രാണങ്ങളെ പരമാത്മനെ ചേർത്തുകൊണ്ട് ആനന്ദം ആത്മാനിലീനാം ബാലൻ നാളെ സൂത്രാപ്രണവാസന അമിതം മേളാലിഴഞ്ഞു മൂലാധാര സംസ്ഥനായി ശ്വാസവേഗക്രമാലാശമിഴികളും നാസികാഗ്രത്താൽ തുറന്ന തൻ മാനസേ കാണായ വിശ്വരൂപം ഗരുഡ ആസനം കാണായ അളവെഴുന്നേറ്റ സംഭ്രമാൽ വീണു നമസ്കരിച്ച സകൽഗതവാണികളാ സ്തുതിക്കാവതെല്ലാം ഞാൻ ക്ഷീണനായേറ്റം ബലപുരി പിന്നെയും ചോണിയിൽ വീണു നമസ്കരിക്കും ഇതോ ദീനവരായണന്താനവൻ തന്നെ മാനസതാഴെ പ്രകാശിച്ചരുളിയിടിനാൻ തക്ഷണി അർഭകന്നാശുവാഗ്വൈഭവ ശിക്ഷയായി ഉണർന്നു ഉജ്ജ്വലിച്ചുതലും തക്ഷമ ബുദ്ധ്യാസകൽഗതവാണി വിരുക്കനി വിറ്റ് രോമാഞ്ച സംയുക്തനായ ഹർഷാശ്വതാരകളും തുളച്ചൂടിയിൽ പുരുഷോത്തമനെ സ്തുതിച്ചിടിനാൻ ഉടൻ വീണു നമസ്കരിച്ചു തുടങ്ങിനാൻ. ത്രാണനിപുണ ദാസോഗന്ധവകരേ നാഥ നമസ്തേ നമസ്തേ നമോസ്തുതേ പാദോചലോചന ഭാഗി നമസ്തുതേ യാതൊരു നാഥൻ എൻ ചേതോ മലിനമിത് ഒഴിച്ചാകന്ത ബോധാഗ്ര സംസ്ഥനായി പ്രീതനായി ഈരേഴ് ലോകം നിറഞ്ഞ് അപ്പാദോജപാദമജ്രസം നമോസ്തുതേ സർവജഗൽ കാരണ ആധാരബോധ തൽ സർവോപരിസ്തുത സർവസാക്ഷീശ്വര സർവജഗൽ പരിവാർണാധ്യക്ഷാചിൽ സർവജഗൽ ഗുരോ നിത്യം നമോസ്തുതേ വേദായ വേദാന്താർത്ഥ വേദസ്വരൂപായ വേദ വിനോദ വിരിഞ്ചാനനായതേ വേദവേദാംഗ പുരാണ ശാസ്ത്രാധ്യാർത്ഥ വേദാന്ത വിദ്യ സൂക്ഷ്മായതേ നമ മായ യവനിക ചന്നനായി മേവിന മായാമയായതേ മായാപദേഹരി മായാ ഗുണത്രയ ഭേദമയ പ്രഭുമായ പരപരമാത്മനേതേ നമ ദോയാസ്യ സൂര്യബിംബി പ്രതിമേതി പ്രായായതേ സകലാത്മനേതേ നമ ഭൂയസകലേക കാരണ തേജസേ നീയഗതി നിഖിലേശായതേ നമ നിത്യാനിരഞ്ജന നിഷ്കള നിർമ്മല സത്യസ്വരൂപ സനാതന സമയ ഭക്തിപ്രിയ വരദ ആനൈക തൽപര ഭക്തിമുക്തിപ്രദാ നിത്യം നമോസ്തുതേ യദ്യനകൃത കർമ്മഫലോദയ തത്തസമാന ഫലപ്രദ സർവക വിശ്വസ്വരൂപ വിശ്വാത്മാ വിശ്വാകൃതേ വിശ്വാസ്യ സൂക്ഷ്മൈക തസ്മൈ നമോസ്തുതേ യുദ്ധം നമസ്കരിച്ചു സ്തുതിച്ചും ഭക്തി ധർമാത്മജന്താൻ തൊഴുത് അന്തികയെ നിൽക്കുന്നവരുടെ ധാതുപ്രഭാവവും ഭക്തിയും വിശ്വാസവും കൊണ്ട് സാമ്പ്രതം ചിത്തം തെളിഞ്ഞ അഖിലേശ്വരൻ അച്യുതൻ മന്ദസ്മിതപൂർവം മുറ്റരുളി ചെയ്തു. നിന്നുടെ ഭക്തിവിശ്വാസങ്ങൾ കാണുകയാൽ എന്നുള്ളമേറ്റം പ്രസാദിച്ചു നിന്നടോ നിന്നിൽ അതിശയ സ്നേഹവും മാനസേവേ വന്നു വേരൂന്നി പടർന്നിതു കേവലം വന്നാലും ഇങ്ങ് സുരിയാം അമ്മതാൻ ചൊന്നത് എന്തൊന്നുണ്ണിയോട് അതുമൊക്കവേ ഞാൻ അറിഞ്ഞീടിനെ എന്നെ ഭജിച്ചു ഞാൻ ആനന്ദമോട് അനുകൂലനായാലഹോ പിന്നെ അവളുടെ ഗർഭസ്ഥനായി നിന്നു മഞ്ഞിടത്തിങ്ക ജനിച്ചു ഒഴിഞ്ഞെന്നിയെ വന്നുകൂടാ നിർവരാസനം വാടുവതിനെന്നുമേ യോഗ്യം
എന്നൊന്ന് അവ ചൊന്നത് നന്നു വന്ന് എന്നതു കാരണം ഞാൻ അന്തവ തന്നിതു 36,000 ആണ്ടിനി വന്നവനായി അഴകോട് ശത്രുക്കളും എന്നിയ വാഴുക നിർവാസനമെന്നതും പിന്നെ മറ്റെന്തതല്ലാതെ കണ്ട ആഗ്രഹം നിന്നുള്ളിലുള്ളതെല്ലാം തരുവന്തരം നിർണയം എന്ന് അരുൾ ചെയ്ത് കേട്ടോടെ നന്നായി ത്വരിത വീട്ടിച്ച നിർവാത്മജൻ എന്നിൽ തിരുവുള്ളമുണ്ടെങ്കിൽ ഉണ്ടെനിക്ക് ഒന്നിങ്ങ് അനുഗ്രഹിക്കേണ്ടതയാനിതേ. നിത്യമനിത്യമെന്നുള്ള രാജ്യാദികൾക്കുൾത്താലിങ്ങെനിക്കുള്ളൊരു അത്യാഗ്രഹം ഭക്ത്യാ ഭഗവത്പദസേവ ചെയ്തു ഉത്തമന്മാരിൽ അത്യുത്തമനായ ആനഹം സർവ്വലോകർക്കും സകല ലോകത്തിന് സർവ്വതാ സർവ്വ കാലപ്രമാണത്തിന് സർവ്വ ആഗ്രഹാദികൾക്കും സർവ്വസാക്ഷിയെ സർവ്വലോകങ്ങളും കണ്ടുകണ്ടങ്ങനെ സർവോപരിസ്ഥിതന സർവ്വകാലവും സർവജ്ഞന വാഴുവാനുള്ള അനുഗ്രഹം സർവേശനായ ഭവാനും നൽകുകിൽ സർവം ഫലിതമായി വന്ന മനോരഥം സർവ്വഭൂലോക ബാലാത്മജൻ ഇങ്ങനെ സർവ്വലോക വനതൽപരനോടുടൻ ഗർഭമൊഴിഞ്ഞ് അപേക്ഷിച്ചളവാശുതൽ സർവം ഔവണ്ണം വരികെന്ന് അനുഗ്രഹം ചെയ്തു വരവും കൊടുത്ത് യാവരൻ കൈതവമെന്നിയെ താൻ മറഞ്ഞിടിനാൻ കൈതൊഴുതുള്ളിലാക്കി ഭഗവാനെയും പൈതൽ താൻ കൊണ്ട് നടന്നള വന്തര ചിന്തിച്ചിതാകന്ത മോക്ഷം അപേക്ഷിച്ചു സന്തതാനന്ദ സാധ്യം മരിച്ചില്ല ഞാൻ ഭോഷത്വമായി ധനിക്കുന്നതോടെ ഈശപ്രസംഗ പശ്ചാത്താപയുക്തനായി പോകുന്നവൻ ചെന്നു രാജധാനീന്ദ്രം ആകൂലം തീർന്നു പോവാൻ തുടങ്ങുമിതോ മാതൃകഠിനവാക്കേറ്റ് പോയി വന്നു തൽ ഭ്രാതാവിലങ്ങതി വാത്സല്യ യഥസാസുത്തരമുത്താനവാദനേറ്റം അത്യുത്തമന്മാരിൽ അത്യുത്തമൻ ഉത്തമൻ ചിത്തം തെളിഞ്ഞ് എതിരേറ്റി പരിജനയുക്തനായി വന്ന് എതിരേറ്റുകൊണ്ടിടാൻ വിശ്വാസം ഉൾക്കലർന്ന് ഉത്തമനെ പുണർന്നുൾച്ചേരുമാതിയും തീർത്തുകൊണ്ടാതിരുവൻ വ്യദ്രഥം തങ്ങൾ ഇരുവരുമൊത്തിയെന്ന് അത്തരം അച്ഛനെ കണ്ടു കൈകൂപ്പിനാൻ ഭക്യാതുരത നമസ്കരിച്ച് അന്തിയെ നിൽക്കുന്ന നനയനെ കണറുപൊത്തവൻ വത്സേ പിടിച്ച് അണച്ചാലിംഗനം ചെയ്തിത്തം നിളഞ്ഞ ഹർഷാസുരഗണങ്ങളായ പുത്രൻ അഭിഷേകവും ചെയ്തത് അപ്പോഴും ഉത്തമനും തൊഴുതിയിടാൻ അന്തികെ ചെന്ന് സുരുചിയെയും തൊഴുതിയിടാൻ തന്നുള്ള മാതാ സുനീതിയായി മുതാ വന്ദിച്ചു വീണ് നമസ്കരിച്ചു വിടാൻ മന്ദേതരം അവളും ഉണർന്നിടാൻ നന്നായി വരികെന്ന് അനുഗ്രഹിച്ച അമ്മയും നന്ദനനെ പരിപാലിച്ച് ഏറ്റവും മന്നവനെ ഏറ്റവും പ്രിയനായി ഒരുമിച്ചു നിന്ന് അനേക കാലം തിരുവനന്തികേതൻ പിന്നെ പിതാവ് അഭിഷേകവും ചെയ്തവൻ തന്നെ വാഴിച്ചു വാർദ്ധക്യകാലി മുതാ ചെന്നു തപോപനം ബുക്കുനാരായണൻ തന്റെ സ്മരിച്ചുഗതിയും വരുത്തിനാൻ ധർമ്മിണ രാജ്യ പരിപാലനം ചെയ്തതും നിർമ്മലനാ ധ്രുവനും വിളങ്ങിയിടിനാൻ സുന്ദരി ശേഷുമാര പ്രജാനായക നന്ദന ഭൂമിയെ വെട്ടവൾ വെറ്റുവാൻ കൽപ്പനും വത്സരൻ 2 പുത്രന്മാരുണ്ട് ഇപ്പാറിലറ്റം പ്രസിദ്ധനായ അർജുനവും പിൽപ്പാടിടമായി ഉത്തരേ വെട്ടവൻ തൽ പുത്രൻ ഉത്കലനും ജനിച്ചിടിനാൻ വേട്ടതിൽ ഉത്തമൻ താനതിന് മുന്നമേ കാട്ടും നായാട്ടിനായി പോയാനൊരു ദിനം ഉത്കലനായി രക്ഷോവരനാ കാരണാന്തരത്തിങ്ങൾ നിന്നെത്തിനാൻ തത്ര രാത്രി ഇന്ദ്രൻ തന്നോട് എതിർത്തുടൻ യുദ്ധേ മരിച്ചു പോയാനമന്ദനുടെ മാതാ മനോഹരിയ ശ്രുതിയും നീതിമാൻ ആത്മജനെ തിരഞ്ഞിടുവാൻ പൂടനാശുവൻ കാടകം ബുക്കത് കായ്മ വെട്ടിച്ചു പോകാൻ നടക്കുമ്പോൾ കാട്ടുതീ വന്നു വിടന്നു വെന്താളവൽ കേട്ടാൻ അവസ്ഥകളെല്ലാം സുനീതിജൻ മാനമേറിയിടം തിരുവനതി ഗോപേന സേനയാസംഗം പുറപ്പെട്ടിയെന്നുടൻ വേഗാൽ അളകാം ചുരന്നുയർത്തലവാഘോഷവാദ്യേനാദ്യരതിൽ നിന്നുടൻ തിക്കിത്തിരക്കി നിലവിളിച്ചാർത്തെടുത്തൊക്കെ ചെറുത്തിതു രക്ഷോഗണം 30,000 100,000-നും അപ്പുറമുള്ള പെരുമ്പടിയൊക്കെ ശക്തിയോടേറ്റു വരുതു ഭയങ്കരം മുഷ്കരന്മാർ കലകത്തിൽ നീങ്ങായികയാൽ ചത്തുറങ്ങിയിടാൻ മിക്കതും അപ്പോഴും ഉൾത്തൂർന്ന കാരുണ്യമോടകലേശ്വരം വിശ്വമ ഗരുഡോപരി യുദ്ധം ഉച്ചസ്ഥരമായ ശംഖനാദത്തോടും യുദ്ധം ഭയങ്കരമായി ചെയ്തു നിൽപ്പതിന് മധ്യ തിളഞ്ഞു വിളങ്ങിനാൻ ഈശ്വരൻ മുക്തകിരീടവും കുണ്ടലശോഭയും ശക്തികടാക്ഷവും സുസ്മിത വക്രവും ശ്രീവത്സവത്സവവും കൗസ്തുഭരക്തവും ശ്രീവാസുയോമയും അംശുദയാഭയും തൃക്കൈകളും തിരുവാഭരണങ്ങളും ശംഖുചക്രാബ്ജ ഗതാസിജാപങ്ങൾ ലക്ഷ്മി നിവാസവും മധ്യപ്രദേശവും ലക്ഷണലക്ഷ്യമാം നാഭീനളനവും പീതാംബരമുടയാട വിലാസവും മീതെ വിളങ്ങനെ കാഞ്ചന കാഞ്ചിയും വാരഴും ഉരുക്കളും മുഴൽകാളുകളും ധാരാറുകളും റവീണും കഴലുകളും പാദാംബുജങ്ങളും അങ്കിലിയാലും മോതൽ വിളങ്ങും നഗര നികരവും കണ്ടിണ്ടലൊഴിഞ്ഞ് വൈകുണ്ഠം ആ കൊണ്ടൽ വർണ്ണം തൊഴുതിയിടിനാരെ അവരും കുണ്ടത തീർന്നകത്തനിൽ മുന്നേ തന്നെ കണ്ടിരുന്നിടിനോ രൗത്താനവാദിയും രണ്ടും ഒന്നിച്ചു കൊണ്ടുണ്ടായ കൗതുകാൽ മണ്ടി കിണഞ്ഞും നമസ്കരിച്ചിടാൻ ഭക്തിയാം അമ്പുതോ വീണുപിടിക്കാൻ ചിത്തം തുലഞ്ഞു രോമാഞ്ചവും കലന്നിടൻ വിശുഗ്രഹ കമ്പവും ഹർഷനേത്രാമ്പവും കേൾക്കത്ത വർണ്ണവാക്യങ്ങളും കൂടി തൃക്കാൽ തൊഴുത്തത് അശോകന്ദിനം പ്രതി രക്ഷിതമാമിതുക്വാഭിസാദരം നിൽക്കുന്നവനെ കുളക്ക കടാട്ടിച്ച് ഭക്തപ്രിയം ചിരിച്ചമ്പോടൽ ചെയ്ത് കിം കിം ഇതം നൃപതി തവ സാഹസം സങ്കടം പ്രാതമാതൃനാശ കാരണം തങ്കിലും ചുറ്റമല്ലിങ്ങതു ശങ്കര ജാതികൾക്കും വരുവോന്നല്ലോ സർവവും പങ്കജ സംഭവ കൽപ്പിതം ഉർവാ നിവാസികളാൽ അനുഭാവിതം
എന്നാൽ അതിങ്ക സുഖദുഃഖമുണ്ടാക എന്ന് വരുന്നതുമായതൻ വൈഭവമായി ആ മൂടി മയങ്ങിക്കളിക്ക എന്ന ഇത് സർവസ്വഭാവം അത്രേ ദൃഢം ഭാവം അതിങ്കൽ ഉറയ്ക്കരുതെങ്കിലും ആവിലുള്ള ആനന്ദബോധന സന്ത ലോക സ്വഭാവം അനുസരിക്കുന്ന ലോക സ്വഭാവമായ വിഷയാന്വിതം മായ വിഷയത്തിലുണ്ടായി വരും ഓരോ കാര്യം ഇടപെട്ടു വൈര്യമെല്ലാരിലും കാര്യം അവസാന കാലത്തിങ്കൽ ഓർക്കിലക്കാര്യം കലഹമായി വന്നുകൂടും ദൃഢം പാരം കലകിച്ചു നിന്നാൽ അതും ഒരു കാര്യവിനാശമായി വരൂ കേവലം ക്ഷത്രിയ ധർമ്മമാകുന്നത് എന്നാലും ആ ശത്രുക്കളോട് യുദ്ധം മുകൂരെങ്കിലും നിശ്ചയസാഹസം ഇത്രയും ഉണ്ടാകരുത് ഈ ചെയ്തതു മതി പോരും ഇപ്പോരിനി വാങ്ങിക്ക എന്നരോട് ചെയ്ത് കേട്ടുടങ്ങാർഗവരായുധനെ തൊഴുതങ്ങത ചെന്ന് വരുമ്പട വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അന്യുന്യ വേഗന പിന്നെയും നാഥനെ നമസ്കാരം ചെയ്ത് വന്ദിച്ചു ധര്യപുമാനപേക്ഷിച്ച കൽപ്പതയെ മുന്നമേ തന്ന വരങ്ങൾ പോരാകിൽ എന്നാലും ഒന്നുണ്ട് ഇനിയും അത്യാഗ്രഹ സർവകാലം ഭവാൻ എന്മന പങ്കജ സർവൈക സാക്ഷിയായി വാഴ്വത് ഈവണ്ണമേ സർവാകൃതികളിലും ഭേദം ഇനിയെ സർവ്വതാ കണ്ടു പൂജിക്കായി വരികയും സർവമംഗലം സമർപ്പിച്ചു കൊള്ളുകയും സർവ്വേക ഭക്തി നീങ്ങാത്ത സർവ അപരാധം ക്ഷമിച്ചടിയനി സർവേശം എന്മേൽ അനുഗ്രഹിക്കണമേ ദൈവമേ കേവലം എന്ന അപേക്ഷിച്ചളവ് അവ്യയം തന്നെ നമസ്കരിച്ചിടാൻ കൈവല്യമൂർത്തി താനേവ അപേക്ഷിച്ചു ദിവ്യപുരുഷനിൽ താൻ പ്രസാദിച്ചുടൻ നന്നായി വരുമെല്ലാം നിനക്കൊത്തവണ്ണം എന്ന് അൻപോടരു ചെയ്ത സാധനം ചെമ്മേ സകല ജന അനുഗ്രഹപരൻ നിർമായമാശുഭ മറഞ്ഞരുളിയടിനാൻ ധന്യനവൻ ഭഗവാനേ നിജ മന കർണികാഗ്ര ലയിപ്പിച്ചു വന്ദിച്ചാൻ പിന്നെയും സമര നിവർത്തനായ എന്ന സാചെന്ന് പുരിവുക്കു കൃത്യ വിളങ്ങിനാൻ കിന്നരേശാനുചരന്മാർ ജയിച്ചതിൽ എന്നാകിലും താൻ തെളിവോ തെളിഞ്ഞുമേ വീടിനാൻ മന്നവൻ ഔത്താനപാതി യജ്ഞശമാവുന്ന യജ്ഞത്തെയും ചെയ്തിരം തന്നെ തന്നുള്ളിൽ നാരായണങ്കലെ ഭക്തി നന്നായി ഉറപ്പിച്ചു 36,000 സംവത്സരം ധരാപാലനവും ചെയ്ത് ധർമ്മേണ വാണാനവസാലകാലേ മുതാ തന്നുടെ നന്ദനന്മാരിൽ വെച്ചുൽക്കലം തന്നെ വാഴിച്ചു താൻ സർവ്വവിരക്തനായി ശാന്തനായി എല്ലാം തേച്ച് നിവൃത്തനായി ഭ്രാന്ത ജലവിദ്രാന്ത മുഖേശമ സഞ്ചരിച്ചുറിവിലുള്ള തീർത്ഥങ്ങളും 5 മഹാക്ഷേത്രങ്ങളും കണ്ട് സേവക ചെയ്തുകൊണ്ട് ഉത്തരയാന്തിച്ചി പാവനാകാര ബോധാനന്ദ നിർലയം ചെന്ന് ബദരി ആശ്രമം ബുക്കവിടെ അന്യുഗമാനന്ദമോടെ വസിച്ചവൻ തന്നുള്ളിൽ നാരായണ സ്വരൂപത്തെ തന്നെ ഉറപ്പിച്ചു അനുദിനം ഭക്ത്യാമന പൂജയും ചെയ്തു അന്തതമൊക്കെയും തൽക്കാരണാത്മനി സൂക്ഷ്മകയെ ചേർത്ത് ലയിപ്പിച്ച ബ്രഹ്മണി ചേർത്തു കൊണ്ടാനഗിരാത്മാഗ്രഹ തത്വവും മൂർത്തിമാനിങ്ങനെ ചേർത്ത് ലയിച്ചാൽ ആർത്താത്തിനാശനൻ തൻ അനുജ്ഞാപശാൽ വന്നു സുനന്ദനന്മാർ മനോഹിത നന്ദാദി വ്യാഗാശയ ആനോപരിമുത മന്നവൻ തന്നെ ചേർത്തിരുത്തിപ്പുനൻ പരിവന്ധ്യാമധുര സംഭാഷണാധീരലം സമ്മാനമാർഗൈരധികം രമിപ്പിച്ചു രമ്യാശയെ കൊണ്ടുപോയെങ്കിൽ ത്രൈലോക്യ മുൽക്രമ്യ ദിവ്യ സ്വയം ജ്യോതിരാലംബ വേഗാശ്രയ ഭ്രമണോപരി സർവ്വലോകങ്ങളും കണ്ട് കണ്ണനുക സർവനന്ദനുടെ ഈഴായി ആ ഇതിന്മീതേ സർവ്വസൗഖ്യത്തോടെ അതോഗതി എന്നെ സർവകാലം വിട്ടുഭക്തി പ്രസന്നനായി വാഴുകെന്ന് ഇരുത്തിവെച്ചാകന്ത വന്ദിച്ചു ലോകശഭക്തരാലും മികപൂജ്യനായി വാണാനനുശമിനിയും ദദാകൃതി വാണിയിടും ആ ചന്ദ്ര താരകാന്തമുത ഇങ്ങനെയെല്ലാം ധ്രുവചരിതത്തെ ഒങ്ങിട്ട് സംക്ഷേപിച്ചു ചൊല്ലിയതദൃശം തിങ്ങുമാനന്ദരസം കൊണ്ട് ചൊലുകിലും അങ്ങതി കൗതുകം ഉൾക്കൊണ്ട് കേൾക്കലും വന്നുകൂടിയിടും ദുരിതവിനാശനം പിന്നെ ഒടുക്കത്ത് മോക്ഷവും നിർണയം യുദ്ധമാനന്ദം യുദ്ധം ആത്മാനന്ദ ശുദ്ധിതമാ ധ്രുവവൃത്തം പ്രജേതാക്കളേത സത്രാന്തരെ തത്ര സവാന്തരത്തിങ്കിൽ വീണാതൻ അത്യന്തമാനന്ദം ഉൾക്കൊണ്ട് പാടിന തത്ര സഭാന്തരത്തിങ്കിൽ വീണാതൻ അത്യന്തമാനന്ദം ഉൾക്കൊണ്ട് പാടിന ചിത്തം തെളിഞ്ഞെന്ന് മൈത്ര വാക്കുകേട്ട് അത്യാദരാലുടൻ അപ്രജേതാക്കളെ സത്യം ഗൃഹീതമുപേക്ഷിച്ചലുടൻ ഉത്തരം ക്ഷത്താവിനോട് അരുൾ ചെയ്യുന്നു തദ്രുവൻ തൻകുലത്തിങ്കിലുള്ളവർ അത്രേ പുനരപ്രജേതാക്കളായതും പുത്രൻ ധ്രുവൻ ഉൾക്കരൻ അവൻ തൻപിതാമുക്തനായി പോയോരനന്തരം താൻ തഥാവൃതി പരിപാലനത്തിൽ അഭിരുചിത്തെ പെരുകയുണ്ടായില്ല ശാന്തനായി നിത്യം പരബ്രഹ്മ തൽപരൻ ആത്മാതത്വാർത്ഥ വിജ്ഞാനിയെ ചമഞ്ചന തൽപ്രഭാവം കണ്ട് ഭൂപരിപാലന ശില്പമൊഴിഞ്ഞ് അരാജത്വം ഭവിക്കുക തത്വരൻ്റെ പ്രജാവർഗം ഒരുമിച്ചു ചിത്ര ചരിത്രവാന ധ്രുവപുത്രനെ വത്സരം വാഴിച്ചിതങ്ങവൻ പുത്രനാകുന്നത് പുഷ്പാർണൻ എന്നവൻ പുഷ്പാർണ ഭഗ്നിയാകും പ്രഭ പെറ്റതങ്ങ് അപ്രാതരും വ്യത മധ്യാന്തിനം സായം മറ്റു പ്രദോഷൻ നിശീതനും വൃഷ്ടനും പെറ്റുടൻ ദോഷാധനുജന്മാരെന്നതിൽ വൃഷ്ടനാകുന്നവൻ വാണാനന്തരം വൃഷ്ടജൻ സർവ തേജസ്സു ചക്ഷുസജൻ തൽപുത്രൻ അമ്മനു തൽപുത്രൻ ഉന്മകൻ തൽപുത്രൻ അങ്കനാകുന്നവൻ താൻ മുത വിശ്വംഭരാ പരിപാലന തൽപരൻ അശ്വമേധക്രിയ എഴിക്കും വിധോ നിർജ്ജരന്മാർ അവർ ഭാഗത്തിനായി നിർഗമിച്ചിൽ അകൃത്തുക്കുക ചൊന്നാൻ തൽക്കാരണമറിവാൻ
സദസ്യന്മാരുടെക്കാലം അങ്ങവൻ ചോദിച്ചു എന്നവർ ചൊന്നാൽ നിനക്ക് അപത്യം ഭവിക്കായി കൊണ്ടിങ്ങു വരാഞ്ഞു അവർ ഭാഗബോധികൾ എന്ന ആരുടൻ ജഗന്നായകാജ്ഞാവശാൽ ഇന്നു നിനക്കപത്യം ഭവിച്ചിടിനാൽ ഉള്ള കാലം കൊണ്ട് ദേവകൾ വന്നുടൻ കൊള്ളും അവർ ഭാഗമെന്നു സദസ്യന്മാർ ചൊല്ലിയത്. ആ ഗന്ധ കേട്ട് നൃപോത്തമൻ നല്ലൊരു പുത്രകാമിട്ട് തുടങ്ങിനാൻ. തത്ര കച്ചിത്യവ്യപുരുഷനപ്പോഴുദ്ധായ കുണ്ടത്തിൽ നിന്ന് വന്നനുടെ ഹസ്തേ പരിപൂർണ്ണ വൻപാത്രപായസം അത്യാദരേണ ഗോതാവ് കൈക്കൊണ്ട മൃദ്യശനങ്ങ് കൊടുത്തത് ഭൂപതിയത്തവൻ വാങ്ങി. ഹചിതാതിശയാത്മനാ സത്വരം ചെമ്മേ അതിനെ സുനീതിയാം ഭക്തിക്ക് നൽകിയതങ്ങ് അവളും തഥാ വാങ്ങി. പരിചോടശിച്ചു ഭർത്താവിനെ താങ്ങിപ്പുണർന്നു ലഭിച്ചിതൂ ഗർഭവും വേനനെന്നിങ്ങനെ പേരായിരിപ്പോരു സൂനു തന്നെ അവൾ പെറ്റുളനായവൻ മൃത്യുവൻ ദൗഹിത്രനാകയാലും തനിക്ക് ഉത്ഭവമാഹവിശേറ്റം അശുദ്ധമായി വർദ്ധിക്കയാലും ആ ധാർമ്മികനായി ചമഞ്ഞത്ര ഹിംഗസ്മലനായാൻ ചെറിയെന്നേ പുത്രനിട്ടിച്ചനേകം പ്രകാരത്തിൽ അത്യന്തമേറ്റം മണിപ്പെട്ടി നങ്കനും തച്ചിച്ഛയാൽ അവനേതും വഴിവരാഞ്ഞ അച്ഛനും ദുഃഖിതനായ അനുദിനം പുത്രൻ വശമല്ലാകിയാൽ എന്തിനീ അർത്ഥരാജ്യാദികളെന്ന വൈരാഗ്യവൻ ചിത്തെ വളർന്നുമെടുത്ത് അനിശം നിജ യജ്ഞം അശേഷമടിച്ചു ഭൂപാലകൻ രാത്രിയിൽ രാജ്യവും തിക്വാഭിമാനസേ തീർത്തു പുറപ്പെട്ടു പോയവൻ തീർത്ഥങ്ങളാടിയാടിത്തിരുന്നാമവും കീർത്തനം ചെയ്ത് ഗതി ലഭിച്ചിടിനാൻ. രാജ്യനിവാസികൾ എന്തിനു നല്ലതോർച്ച മുഴുത്തു കൽപ്പിച്ചു കൃഷിവർഗവും ത്യാജമല്ല എന്നുറച്ചവൻ വേനനെ രാജാധിപത്യാർത്ഥമായി കൊണ്ടിരുത്തിയിടിനാൻ. ദുർവൃത്തനാകിയ വേനനും ഇങ്ങനെ സർവാർത്ഥമെല്ലാം തനിക്കച്ചമഞ്ഞപ്പോൾ നിർമ്മര്യാദകൾ ചെയ്തഹോ ഭൂമിയ ധർമ്മമാർഗങ്ങളെല്ലാം ഒഴിച്ചിടിനാൻ. ദുഷ്ടരായുള്ളവരെല്ലാം ഭയപ്പെട്ട് ദുഷ്ടത വേനങ്കലാക്കി ഒളിച്ചപ്പോൾ ശിഷ്ടരാ സാധുക്കതമേ ഉപദ്രവച്ചുട്ടും പ്രതിയില്ലാതെ കണ്ടാക്കിനാൻ. നിത്യൻ ജഗത്തിങ്കൽ നാഥനാകുന്നത് ഈ പ്രത്യക്ഷനായ ജ്ഞാനം നനച്ചവൻ കട്ടൻ ജഗത്തിങ്കൽ ഈശ്വരനായതും ദുഷ്ടനായുള്ള ജ്ഞാനം നിറത്തിയുടെ ഞാൻ എന്നെയല്ലാതെ മറ്റാരെയും കണ്ടിനീ. ബന്ധിച്ചു പൂജിക്കരുതൊരു ഭൂതരൻ ഞാനൊഴിഞ്ഞില്ല ഒരു നാഥനുലകിതിൽ നൂനമെന്നെ ഭജിക്കണം എല്ലാവരും നാരായണനെയും ഈശാനെയും അങ്ങാരും അണങ്ങരുത് എന്ത് അവരാൽ ഫലം നാമം ജപിപ്പത് എൻ്റേതൊഴിഞ്ഞാരും ഇപ്പാർമേൽ അരുതിനി എന്നേവമാതിയാം നീതി നടത്തുകയാൽ അധികം സഹിയാതെ വലഞ്ഞുഴന്നീടിനാരെ അവരും മാനവരും മുനിമാരും അത് കണ്ടു. ദീനത പൂണ്ട ധർമ്മത്തെ നടത്തുവാൻ കൂടി നിരൂപിച്ചു വേനനെ ചെന്ന് കണ്ട ആടലൊഴിഞ്ഞു സമാദ്യുപായങ്ങളാൽ നാനാവിധം ധർമ്മനീതികൾ ചൊന്നത്. അജ്ഞാനിതാൻ ആദരിച്ചില ചെറ്റേതുമേ കോപം മുഴുത്തും ഋഷിമാർ മഹാപാപിയത്താവേന് ഹൂംകാരം കൊണ്ട് വധം ചെയ്താർ പോയാൽ പുനരാശ്രമം തോറും ആയതലോചനയായ സുനീതിയും മാരുതിതാനായവൻ തന്നെ വിദ്യാബലാധീരതയാവേദ കാത്തുകൊണ്ടിടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവ.